ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിഷു സ്പെഷ്യൽ ബേബി ഫ്രോക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇത് 6 മാസം മുതൽ 1.5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അളവിലാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് മുമ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന പീസസ് എല്ലാം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പം ഇതേ അളവിൽ ചെയ്യാൻ 1 മീറ്റർ ലൈനിങ് ക്ലോത്തും 1 മീറ്റർ മെയിൻ ക്ലോത്തും മതിയാവും. ആദ്യം നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതുപോലെ 4ആയി മടക്കിയതിന് ശേഷം നമുക്കിതിൽ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് 8.5 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 4.25 മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആം ഹോളും 4.25 മാർക്ക് ചെയ്യാം. ടോട്ടലി ചെസ്റ്റ് റൗണ്ട് വരുന്നത് 20 ആണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5 വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും ആഡ് ചെയ്തിട്ട് 6.5 മാർക്ക് ചെയ്തു. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ സീം അലവൻസും ചേർത്തിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതുപോലെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ആണ്. അതിൻ്റെ 4/1 ഭാഗം 5 വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് 6.5 മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു. നെക്ക് വിഡ്ത്ത് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഫ്രണ്ടിലും ബാക്കിലും നെക്ക് ഡെപ്ത്ത് ഞാൻ സെയിം ആണ് എടുക്കുന്നത് 3 ഇഞ്ച്. അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ഇതുപോലെ യോജിപ്പിക്കണം. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ യു ഷേപ്പിൽ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക. ഇത് ഷോൾഡറിൽ കെട്ടി വെക്കുന്ന രീതിയിലുള്ള ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഷോൾഡർ വിഡ്ത്ത് വേണ്ട. അപ്പോൾ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് വരക്കേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇനി ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ക്ലോത്ത് 4ആയി മടക്കിയിട്ട് നമുക്ക് ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഏകദേശം ഒരു യു ഷേപ്പ് വരുന്ന രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പീസ് കിട്ടും, കണ്ടില്ലേ? ഇനി ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തു. അതിൽ ഞാൻ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ലെങ്ത്ത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ക്ലോത്തിന് 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഞാനിതൊന്ന് നടുവേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വേണ്ടിയിട്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി നീളമുള്ള ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രില്ലുള്ള ഫ്രോക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഇതിപ്പോൾ അത്ര വിഡ്ത്ത് വരുന്നില്ല. ഞാൻ ലൈനിങ്ങിലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേരത്തെ കട്ട് ചെയ്ത ഈ പീസില്ലേ, അത് ഒന്ന് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കൊന്നിത് തിരിച്ചിടാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. ഇനി ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് 2ൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും ഞാൻ ഇതുപോലത്തെ ഗോൾഡൻ കളർ ലേസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ചുറ്റും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ ഫ്രണ്ട് പീസിൽ ഞാൻ ആ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ ഗോൾഡൻ ലേസ് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് ഞാനിപ്പം കാണിക്കുന്നത്. ഗോൾഡൻ ലേസ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഷോൾഡറിൽ വെക്കുന്ന സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. അതിന് നമുക്ക് 4 പീസ് വേണം. ഫ്രണ്ടിലും 2 എണ്ണം വേണം, ബാക്കിലും 2 എണ്ണം വേണം. അതിനുവേണ്ടി ഒരു 2 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ പിന്ന് കുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എന്തെങ്കിലും നീളത്തിലുള്ള കോലോ വെച്ചിട്ട് നമുക്കിത് തിരിച്ചിടാൻ പറ്റും. തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് കിട്ടും. ഇതിന് കുറച്ച് വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാനിത് നടുവേ ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 4 പീസ് നമുക്ക് വേണം. അപ്പോൾ 4 എണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ആ സ്ട്രാപ്പിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലത്തെ ലഡ്കൻ വെച്ച് കൊടുക്കുക. അതിനുവേണ്ടി ഇതുപോലെ ഞാൻ 4 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തും ഉള്ള സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ 4 സ്ട്രാപ്പിൻ്റെ അറ്റത്തും വെച്ച് കൊടുക്കണം. നേരത്തെ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത ആ ക്ലോത്തിൽ ഞാൻ ചെറിയ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്ട്രാപ്പ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ സ്ട്രാപ്പ് ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. 2 സൈഡിലും അതുപോലെ ചെയ്യുക. അതിനുശേഷം ഈ ലൈനിങ് മെറ്റീരിയലിൻ്റെ നല്ല വശം ഇതുപോലെ ആ ഫ്രണ്ട് ക്ലോത്തിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഞാൻ കാണിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 സൈഡും കൂടി അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പം ഫുള്ളായിട്ട് 2 സൈഡും ആദ്യം കാണിച്ച മാർക്കിങ്ങിൽ കൂടെ മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അവിടെ കുറച്ച് കയറ്റി വെച്ചിരുന്നില്ലേ ആ തുണി, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ ചെയ്ത അതേപോലെ തന്നെ ബാക്കിലത്തെ ഭാഗവും ചെയ്യണം. അതായത് ആ സ്ട്രാപ്പ് അവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ ലൈനിങ് മെറ്റീരിയൽ വെച്ച് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന അതേപോലെ ആ മാർക്കിങ്ങിൽ കൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഞാൻ ചെയ്തെടുത്തു. വീണ്ടും സെയിം തന്നെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വീണ്ടും കാണിക്കാഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം.
സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച ലൈനിങ് മെറ്റീരിയലിൻ്റെ അടിഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 പീസിനും ഇതുപോലെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിനും ചെയ്യാം. ഞാനിപ്പോൾ അടിഭാഗം ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും രണ്ടിനും താഴത്തെ ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗത്ത് കസവൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഇതുപോലത്തെ കസവ് ബോർഡർ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോർഡർ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 പീസിലും ആ കസവ് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലൈനിങ് പീസിൽ ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക. അപ്പോൾ ലൈനിങ് പീസ് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ചുരുക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 പീസിലും ഇട്ടു. അതേപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തിലും ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാം. ഞാൻ അതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്തും ഈ മെയിൻ ക്ലോത്തും ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെതും ചെയ്ത് കൊടുക്കാം. ഇതായിപ്പോൾ ഞാൻ മെയിൻ ക്ലോത്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു. ഫ്രണ്ടും ബാക്കും രണ്ടും ചെയ്തെടുത്തു. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും കൂടി അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പം ഫ്രണ്ട് പോർഷൻ അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് രണ്ടും കൂടി ഈക്വലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെയാണ് വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബാക്കിലത്തേതും ചെയ്യണം. ഇതായിപ്പോൾ ഞാനത് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ മാർക്കിങ്ങിൽ കൂടി. കണ്ടില്ലേ, അപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡിയായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. ബാക്ക് പോർഷന് ഞാൻ അതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ടിൻ്റെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് ഈക്വലാക്കി വെച്ചതിന് ശേഷം 2 സൈഡും ഒന്ന് പിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് ലൂസിങ്ങും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സൈഡെല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റ് റൗണ്ടിൻ്റെ തൊട്ട് താഴത്ത് വരെ നമുക്ക് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. താഴെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ രണ്ടും മാറ്റി മെയിൻ ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ടും പിന്നെ അതിന് ശേഷം ലൈനിങ് ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ടുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സൈഡെല്ലാം ഞാൻ ജോയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇത് തിരിച്ചിടുമ്പം നമ്മുടെ ഫ്രോക്ക് റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.